ഹലോ ഗൈസ്, ഒരു ബൈക്ക് കണ്ടാൽ തന്നെ ചിലപ്പോൾ നമ്മൾക്കൊരു പ്രത്യേക ഫീലിംഗ് ഉണ്ടാവും. ഇത് സാധാരണ ബൈക്കല്ല, ഇതിനൊരു ക്യാരക്ടർ ഉണ്ടെന്ന് തോന്നും. അങ്ങനെ ഒരു ബൈക്കാണ് യമഹ XSR 155. ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്ന പല ബൈക്കും അഗ്രസീവ് ലുക്ക്, ഷാർപ്പ് ഡിസൈൻ, റേസിംഗ് സ്റ്റൈൽ എന്നിവയോടാണ് വരുന്നത്. പക്ഷേ യമഹ ഒരു വ്യത്യസ്തമായ വഴി തിരഞ്ഞെടുക്കുന്നു. പഴയ ക്ലാസിക് ബൈക്കിന്റെ ലുക്ക് എടുത്ത് അതിലേക്ക് മോഡേൺ ടെക്നോളജി ചേർത്തൊരു ബൈക്ക് ഉണ്ടാക്കി. അതാണ് യമഹ XSR 155. ആദ്യമായി ബൈക്കിന്റെ ഡിസൈൻ നമുക്ക് നോക്കാം. XSR 150 കണ്ടാൽ ആദ്യം തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് അതിന്റെ റൗണ്ട് LED ഹെഡ്ലൈറ്റ് ആണ്. ഇന്നത്തെ പല ബൈക്കിലും ഷാർപ്പ് ഹെഡ്ലൈറ്റ് ഡിസൈൻ കാണും, പക്ഷേ ഇവിടെ യമഹ പഴയ റെട്രോ സ്റ്റൈൽ ഹെഡ്ലൈറ്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഫുൾ ടാങ്ക് ഡിസൈനും വളരെ ക്ലാസിക് ഫീൽ നൽകുന്നു. മിനിമൽ ബോഡി പാനൽ, സിമ്പിൾ സീറ്റ് ഡിസൈൻ എല്ലാം കൂടി ബൈക്കിന് ഒരു ക്ലീൻ ലുക്ക് നൽകുന്നു. ഇതൊരു ഷോ ബൈക്ക് പോലെയല്ല, പക്ഷേ സ്ട്രീറ്റിൽ കണ്ടാൽ ആളുകൾ ഒന്നും തിരിഞ്ഞു നോക്കുന്ന തരത്തിലുള്ള ഡിസൈനാണ്. നമുക്ക് എഞ്ചിൻ പെർഫോമൻസിലേക്ക് നോക്കാം. ഈ ബൈക്കിൽ വരുന്നത് 155cc ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. അതായത് പെർഫോമൻസ് സൈഡിൽ കോംപ്രമൈസ് ഒന്നുമില്ല. ഇതേ എഞ്ചിൻ തന്നെയാണ് നമ്മൾ യമഹ R50യിലും യമഹ M50യിലും നമ്മൾ കണ്ടത്. ഏകദേശം 90.3 PS പവറും 40.7 Nm ടോർക്കുമാണ് എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. റൈഡ് ചെയ്യുമ്പോൾ എഞ്ചിൻ വളരെ സ്മൂത്ത് ഫീൽ നൽകും. ലോ RPMൽ കാം ആയിരിക്കും, പക്ഷേ ത്രോട്ടിൽ ഓപ്പൺ ചെയ്താൽ പവർ ഫീൽ ചെയ്യാം. സിറ്റി ട്രാഫിക്കിൽ റൈഡ് ചെയ്യാനും ഹൈവേയിൽ റൈഡ് ചെയ്യാനും ഈ ബൈക്ക് നല്ല ബാലൻസ് പെർഫോമൻസ് നൽകുന്നു. നമുക്ക് റൈഡ് എക്സ്പീരിയൻസ് കുറിച്ച് പറയാം. ബൈക്ക് ലൈറ്റ് വെയിറ്റ് ആയതിനാൽ ഹാൻഡിലിംഗ് വളരെ ഈസിയാണ്. ന്യൂ റൈഡറിനും കൺട്രോൾ ചെയ്യാൻ സിമ്പിൾ ആയിരിക്കും. സസ്പെൻഷൻ സെറ്റപ്പ് സിറ്റി റോഡ്സിൽ കംഫർട്ടബിൾ ഫീൽ നൽകും. ലോങ് റൈഡ് പോകുമ്പോഴും റൈഡർ ഫാറ്റിഷ് കുറവായിരിക്കും. സീറ്റ് ഫ്ലാറ്റ് ഡിസൈൻ ആയതിനാൽ റൈഡിംഗ് പോസ്ചർ റിലാക്സ്ഡ് ആണ്. അഗ്രസീവ് റൈഡിംഗ് പോസ്ചർ ഇല്ല, അതുകൊണ്ട് ഡെയിലി യൂസിനും സ്യൂട്ടബിൾ ആണ്. നമുക്ക് മൈലേജിലേക്ക് കടന്നു കഴിഞ്ഞാൽ റിയൽ ലൈഫ് യൂസേജിൽ ഏകദേശം 40 മുതൽ 45 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടാൻ സാധ്യതയുണ്ട്. 155cc പെർഫോമൻസ് ബൈക്കിന് ഇതൊരു ഡീസന്റ് മൈലേജ് ആണ്. ഫ്യൂച്ചേഴ്സ് നോക്കുമ്പോൾ ബൈക്ക് സിമ്പിൾ ആണ്, പക്ഷേ എസെൻഷ്യൽ ഫ്യൂച്ചേഴ്സ് എല്ലാം ഉണ്ട്. ഫുൾ LED ലൈറ്റിംഗ്, ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, അസിസ്റ്റ് ആൻഡ് സ്ലിപ്പർ ക്ലച്ച് ഇവയെല്ലാം റൈഡിംഗ് എക്സ്പീരിയൻസ് കൂടുതൽ സ്മൂത്ത് ആക്കുന്നു. ഇപ്പോൾ പ്രോസ് നമുക്ക് നോക്കാം. ഈ ബൈക്കിന്റെ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് ഇതിന്റെ യുണീക് റെട്രോ ഡിസൈൻ ആണ്. പെർഫോമൻസ്, എഞ്ചിനും സ്മൂത്ത് റൈഡ് എക്സ്പീരിയൻസിനും മറ്റൊരു സ്ട്രോങ് പോയിന്റ് ആണ്. പക്ഷേ കോൺസ് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പ്രൈസ് കുറച്ച് കൂടുതലായി ഫീൽ ചെയ്യാം. പില്ലിയൻ സീറ്റ് ലോങ് റൈഡിൽ പെർഫെക്റ്റ് അല്ല. പിന്നെ ഇന്ത്യയിൽ ഒഫീഷ്യലി എല്ലായിടത്തും ഇത് ലഭ്യമായിട്ടില്ല. അവസാനം ഫൈനൽ വെർഡിക്റ്റ് നമുക്ക് നോക്കാം. നിങ്ങൾക്കൊരു നോർമൽ സ്ട്രീറ്റ് ബൈക്ക് വേണ്ട, കുറച്ച് ഡിഫറെന്റ് ആയ ബൈക്ക് വേണം. റെട്രോ ലുക്കും മോഡേൺ പെർഫോമൻസും കമ്പൈൻ ചെയ്തൊരു ബൈക്ക് വേണമെങ്കിൽ യമഹ XSR 155 ഒരു ഇൻട്രസ്റ്റിംഗ് ഓപ്ഷൻ ആണ്. ഇത് മാസ് ബൈക്ക് ഒരിക്കലുമല്ല, പക്ഷേ സ്റ്റൈൽ ഉള്ള ബൈക്കാണ്. നിങ്ങൾക്ക് ഈ ബൈക്ക് ഇഷ്ടമാണോ? ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കൂ. ഇനി ഏത് ബൈക്കിന്റെ റിവ്യൂ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ നമ്മൾ തീർച്ചയായും നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു.